നമുക്ക് കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതലായിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊമ്പ് പൊട്ടിയിട്ടൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫ്രിഡ്ജിനകത്ത് കവറിനകത്തൊക്കെ വെച്ചാലും പെട്ടെന്ന് അത് കറുപ്പടിച്ച് പോവും. അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഈ ഇല തണ്ടിൽ നിന്ന് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് മുഴുവനായി എടുത്തതിന് ശേഷം നല്ലോണം 2-3 വട്ടം കഴുകുക കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള കറിവേപ്പിലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് എന്നിട്ട് കഴുകണം കേട്ടോ. അതിപ്പോൾ കഴുകിയത് നമ്മളിതാ ഇതുപോലൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് വാരാനായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും മുറമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുറത്തിൽ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് ഫാനിൻ്റെ ചോട്ടിൽ കുറച്ച് സമയം വെക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ വെള്ളം എല്ലാം തന്നെ പോയിക്കോളും കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം ഫുള്ളായി തന്നെ പോകണം, നനവിൻ്റെ അംശം തീരെ പാടില്ല. അങ്ങനെ ആയിട്ട് നമ്മൾ എടുത്തതിന് ശേഷം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ വെള്ളം എല്ലാം തന്നെ പോയി കിട്ടും. നമ്മൾ അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതല്ലേ. എന്നിട്ട് പിന്നെ നമ്മളതിനെ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. ആ ബോക്സും നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, ഉണ്ടെങ്കിൽ തന്നെ തുടച്ച് എടുത്തിട്ട് നമ്മളിതുപോലൊരു ആക്കിയിട്ട് ഫ്രീസറിനകത്ത് തിക്കായിട്ട് വെക്കാതെ ഇങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം തന്നെ കറിവേപ്പില ഫ്രഷായി ഉപയോഗിക്കും.